എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ 2025 നവംബറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറേ വീഡിയോകളുണ്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളത്. കുക്കിങ്ങിൻ്റെ ആയാലും അല്ലാത്തയാലും കുറേ വീഡിയോകളുണ്ട്. നിങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് കുക്കിംഗ് വീഡിയോ അല്ലാത്ത വീഡിയോ ഒക്കെ പഴയത് കുറേ സ്റ്റോക്ക് ഇങ്ങനെ വരാനുണ്ട്. ഇനി ഇത് ഞങ്ങളുടെ റൂം ഷിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. നവംബർ മാസം ഞങ്ങൾ 1 ബെഡ്റൂമിലേക്ക് മാറി. ആദ്യം 2 ബെഡ്റൂമിലായിരുന്നു. അപ്പോൾ മോനും അതേപോലെ അനിയനും ഒക്കെ പോയ ശേഷം പിന്നെ ഞങ്ങൾ 3 ആളാണല്ലോ ഉള്ളൂ. പിന്നെ അങ്ങനെ 1 ബെഡ്റൂമിലേക്ക് മാറി. ആദ്യത്തെ റൂമിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരെയുള്ളൂ പുതിയ റൂമിലേക്ക്. ഞങ്ങൾക്ക് ഏകതാ ഗ്രൂപ്പിൽ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അവരെയാണ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ എല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവന്ന് തന്നു. നല്ല ഷിഫ്റ്റിംഗ് ആയിരുന്നു. അതേപോലെ പൂജാ സ്റ്റാൻഡിലെ സാധനങ്ങളൊക്കെ ആ ഏട്ടൻ തന്നെ എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്ത് നല്ലതായിട്ട് തന്നെ ഇവിടെ എത്തിച്ചു. ആദ്യത്തെ റൂമിൽ അടുക്കളയൊന്നും അത്രയ്ക്ക് തന്നെ സൗകര്യം ഉണ്ടായിരുന്നില്ല, ചെറുതായിരുന്നു. പക്ഷേ രണ്ടാമത് ഇപ്പോൾ വന്ന 1 ബെഡ്റൂമിലാണെങ്കിൽ അടുക്കളയൊക്കെ കുറച്ച് നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് ഒരുവിധം ആ കബോർഡുകളിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റി. ആദ്യത്തെ റൂമിൽ അടുക്കളയിൽ കബോർഡുകളൊക്കെ കുറവായിരുന്നു. പുതിയ റൂമിലാണെങ്കിൽ കബോർഡുകളൊക്കെ കൂടുതൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡൊന്നും ഞങ്ങൾക്ക് അടുക്കളയിൽ വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഈ ബോട്ടിലുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അടുക്കളയിൽ ഈ സ്റ്റാൻഡ് എക്സ്ട്രാ വെച്ചിട്ടുള്ളത്. പുതിയ റൂമിലെ അടുക്കള ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഈ അടുക്കളയും ആ അടുക്കളയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. വലിപ്പമുള്ള അടുക്കളയും ബാൽക്കണിയും കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. കാരണം അടുക്കള ഭയങ്കര ചെറുതാവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ റൂമിന് ഒരു ബാത്റൂം മാത്രമേ ഉള്ളൂ. അത് ഒരു പോരായ്മയാണ്. പിന്നെ അങ്ങനെ എല്ലാം കൂടെ ഒത്തിണങ്ങിയത് നമുക്ക് റെൻറ്റും എല്ലാ കാര്യങ്ങളും കൂടെ ഒത്തിണങ്ങിയത് കിട്ടാനും പ്രയാസമാണ്. അടുക്കളയിൽ വെച്ചിട്ടുള്ള ആ സ്റ്റാൻഡും അതേപോലെ പൂജാ സ്റ്റാൻഡും ഒക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത് മുമ്പ് വീഡിയോ കണ്ടപ്പോൾ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പാൻ എമിറേറ്റ്സ് എന്നായിരുന്നു ഞങ്ങൾ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2 ബെഡ്റൂമിലേക്ക് മാറുന്ന സമയത്താണ്, അതായത് ഏകദേശം ഒരു 4-5 വർഷം മുമ്പാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. ശരിക്കും അത് രണ്ടും ബുക്ക് ഷെൽഫാണ്. ആ ബുക്ക് ഷെൽഫിനെ നമ്മൾ പൂജാ സ്റ്റാൻഡാക്കി മാറ്റി. അതേപോലെ ഈ അടുക്കളയിൽ വെച്ചിട്ടുള്ളതും ബുക്ക് ഷെൽഫ് തന്നെയാണ്. അത് ഇതേപോലെ കുപ്പികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇവർ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മളിവിടെ താമസം തുടങ്ങി. ജസ്റ്റ് ഒന്ന് പാല് കാച്ചി. പിന്നെ അന്ന് ഞങ്ങൾക്ക് ഗ്യാസ് കണക്ഷനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ലൈൻ ഗ്യാസാണ്. അപ്പോൾ കണക്ഷനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ദിവസം. ഇവരിതേപോലെ ഓരോ കാർട്ടനാക്കിയിട്ട് ഇങ്ങനെ കിച്ചൺ അതുപോലെ ബെഡ്റൂം അങ്ങനെയൊക്കെ എഴുതിയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. എന്നാലും എത്ര അവരങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പണിയാണ്. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഇടാതിരുന്നത് തന്നെ ഈ കാരണം കൊണ്ടാണ്. കാരണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പണിയായിരുന്നു. അവർ എല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുക്കളയിലാണെങ്കിലും ശരി, അവരെല്ലാതും എടുത്ത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ആ ഒരു രീതിയിൽ വെക്കണമെങ്കിൽ എന്തായാലും നമ്മൾ സമയം കണ്ടെത്തി തന്നെ വെക്കണം. എത്രയായാലും ഒരു റൂം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മാസം പിടിക്കും. എൻ്റെ കണക്കിൽ എനിക്ക് 1 മാസം പിടിക്കും അതൊന്ന് റെഡി ആയിട്ട് വരാൻ. അവരന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് തരാമെന്ന് പറഞ്ഞ് കുറേ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ ആ ഏട്ടൻ തന്നെ എടുത്തിങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതൊന്നും അങ്ങനെ വെക്കേണ്ട, നമ്മൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അവരോട്. പിന്നെ അലമാര മാത്രം അലമാര അതേപോലെ TV സ്റ്റാൻഡ്, പൂജാ സ്റ്റാൻഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരങ്ങനെ അവിടെ വെച്ചു. കാരണം ചിലത് ഡോറൊക്കെ മാറ്റിയിട്ടാണല്ലോ കൊണ്ടുവന്നത്. അപ്പോൾ അവർ ഡോറൊക്കെ ഫിറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ അവിടെ സ്ഥാനത്ത് വെച്ചിട്ട് പോയി. പിന്നെ ബാക്കി നമ്മൾ അലമാരയിലുള്ള തുണികൾ എടുത്ത് വെക്കലും അങ്ങനെയായിട്ട് കുറേ പണികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഒന്നും ഇടാണ്ടായിപ്പോയത്. അങ്ങനെ അവർ സാധനങ്ങളെല്ലാം കൂടെ പുതിയ റൂമിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുള്ള വീഡിയോ ആണിത്. ഇനി ഇതാ പുതിയ റൂം കാണാം. പുതിയ റൂമിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റുന്നതിന് മുമ്പുള്ള വീഡിയോ ആണിത്. സാധനങ്ങളൊക്കെ അവരെടുത്ത് വെക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളും സഹായിച്ചു കൊടുത്തു. മോനെ കൊണ്ടാവുന്ന പോലെ മോനും സഹായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം ഒന്നും അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ചില്ല, നമ്മളും കുറച്ച് സഹായിച്ചു കൊടുത്തു. ഇതാണ് പുതിയ റൂമിൻ്റെ ഹോൾ. ബെഡ്റൂമിലാണ് ബാൽക്കണി വരുന്നത്. ഇവിടുത്തെ അടുക്കള അങ്ങ് വളരെ വലുതാണ് എന്നല്ല പറയുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ അടുക്കളയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വലുപ്പമുണ്ട്. കാരണം ആദ്യത്തെ അടുക്കള അത്രയും ചെറുതായിരുന്നു. ആദ്യത്തെ അടുക്കളയിൽ ബോട്ടിലുകൾ വെക്കാൻ ഉപയോഗിച്ച ആ ബുക്ക് ഷെൽഫ് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ പുതിയ റൂമിൽ വന്നപ്പോൾ പുസ്തകങ്ങൾ വെക്കാൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.